ഈ ഒരൊറ്റ കാര്യം മതി ചാനൽ നശിക്കാൻ. നിങ്ങൾ ആരും ഈ ഒരു തെറ്റ് ചെയ്യരുത്. ഡോണ്ട് ഡു ദിസ് മിസ്റ്റേക്ക്. ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമാണ്. ഇപ്പോൾ നിങ്ങളുടെ ചാനൽ വന്നിട്ട് മോണിറ്റൈസ് ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേര് അനുഭവിച്ചിട്ടുള്ളതുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഞാൻ ഇതിൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ മോണിറ്റൈസേഷൻ വരെ നഷ്ടമായെന്ന് വരാം, ഇല്ലെങ്കിൽ റീയൂസ്ഡ് വരാം. അപ്പോൾ ഒരുപാട് പേർക്ക് റീയൂസ്ഡ് വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ്. ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ചാനൽ തന്നെ നഷ്ടപ്പെടുമെന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ വരുന്നത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ സാധാരണ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴേക്കും ചിലരൊക്കെ ചില ക്ലിപ്പിങ്സോ ചില വീഡിയോ തന്നെ നമ്മൾ അടുത്തയാളുടെ അടുക്കൽ നിന്ന് അത് പൊക്കിയിട്ട് അത് നമ്മളുടെ ചാനലിൽ അതുപടി ഇട്ടിട്ട് അതിന് ഒരു മ്യൂസിക്കോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ യൂട്യൂബ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ. അതായത് നമ്മൾ ഈ റീയൂസ്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നമ്മളുടെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഡിലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ തിരിച്ച് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയം ഇതിൻ്റെ ക്രൈറ്റീരിയ, അതായത് ഫുൾ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ വന്നിട്ട് 4000 വാച്ച് അവേഴ്സും 1000 സബ്ബുമാണ്. അപ്പോൾ ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമ്മൾക്ക് പിന്നീട് വീണ്ടും മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് യൂട്യൂബ് ഇതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രിയേറ്റേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? ഈ റീയൂസ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മളുടെ ചാനലിൽ പോയിട്ട് നല്ലവണ്ണം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നമ്മൾ റീയൂസ് ചെയ്യുകയും അടുത്ത ആളുടെ അടുത്ത് നിന്നും ഇടുകയും ചെയ്യുന്നത് കൊണ്ടാണല്ലോ നമ്മളുടെ മോണിറ്റൈസേഷൻ പോയത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കണ്ടൻറ്റ് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സാധാരണ ഈ റീയൂസ്ഡ് പ്രശ്നം വരുമ്പോൾ നമ്മൾ ഈ റീയൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മളുടെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾക്ക് കിട്ടിയ വാച്ച് അവേഴ്സ് നമ്മൾക്ക് നഷ്ടപ്പെടുന്നു. സബ്സ്ക്രൈബേഴ്സിനൊന്നും സംഭവിക്കുന്നില്ല, അതങ്ങനെ തന്നെ നിലനിൽക്കും. പക്ഷേ അതുവഴി ആ വീഡിയോസ് വഴി കിട്ടിയിട്ടുള്ള വാച്ച് അവേഴ്സ് നമ്മുടെ ചാനലിൽ നിന്ന് നമ്മൾക്ക് നഷ്ടമാകുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും സാധാരണ റീയൂസ്ഡ് വരുന്ന ഒരു ചാനലിൻ്റെ റീച്ച് വളരെ കുറഞ്ഞു പോകുന്നു. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ചെയ്താലും വലുതായിട്ടൊരു റീച്ചും കിട്ടുന്നില്ല. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ നമുക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നെങ്കിലും റീയൂസ്ഡ് വന്നതിൽ പിന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അങ്ങോട്ട് പോകുമ്പോഴേക്ക് തീരെ നമ്മൾക്ക് റീച്ച് കിട്ടുന്നില്ല. അപ്പോൾ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോസ് ചെയ്താലും ഒരു 30, 40, 100 വ്യൂസോ ഒക്കെ വരുന്നുള്ളൂ ഈ വീഡിയോസിന്. അപ്പോൾ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിൽ വീഡിയോസിൻ്റെ വ്യൂസ് കുറയുന്നതിലല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനേക്കാളും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്തതിന് കാരണം നമ്മുടെ ചാനലിൽ നിന്നും ബൾക്കായിട്ട് ഒരു കൂട്ടം വീഡിയോസ് മൊത്തത്തിൽ നമ്മൾ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. അപ്പം ആ ഒരു കാര്യം വന്നിട്ട് നമ്മുടെ ചാനലിനെ വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ട്രാഫിക്കും ഇതുമൂലം നഷ്ടപ്പെടുന്നു. റീയൂസ്ഡ് വന്നു എന്ന് ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതൊരിക്കലും ഒറ്റ രാത്രി ഇരുന്ന് കൊണ്ട് ആ പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കാനായിട്ട് ശ്രമിക്കരുത്. അതായത് ചിലവരുണ്ട് ഒരു രാത്രി കൊണ്ട് തന്നെ എല്ലാ റീയൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസും അവർ ഡിലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കുറച്ച് വീഡിയോസ് ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കി ഇട്ടുകൊണ്ടിരിക്കുക. അതനുസരിച്ചിട്ട് കുറേ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കാര്യം ചെയ്താൽ മാത്രമേ
ആ റീയൂസ്ഡ് ഇതിൻ്റെ ഇമെയിൽ യൂട്യൂബിൽ നിന്ന് നമുക്ക് വരാം, അല്ല യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി നോക്കിയാലും നമുക്ക് 90 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഡേറ്റ് യൂട്യൂബ് പറഞ്ഞിരിക്കും. അപ്പോൾ ആ ഡേറ്റിൽ നമ്മൾ രണ്ടാമത് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റാണ് യൂട്യൂബ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്ന ആ സംഭവം ഈ അവസാനത്തെ ഡേറ്റിൻ്റെ മുമ്പ് തന്നെ എല്ലാം ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നാളെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ ഓപ്ഷൻ വരുമെങ്കിൽ ഇന്നിരുന്ന് മൊത്തത്തിൽ അത് ഡിലീറ്റ് ചെയ്യും. സാധാരണ എല്ലാവരും ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ പഴയ കാലത്ത് ഈ വിഷയമൊന്നും അറിയാതെ അങ്ങനെ മൊത്തം ഇരുന്ന് ഒരു രാത്രി കൊണ്ട് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് ആ വാച്ച് അവേഴ്സ് മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പക്ഷേ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു വീഡിയോ 2 വീഡിയോ ഒക്കെ ഉണ്ടാക്കി ഇടുക, അതിനുശേഷം വേറൊന്ന് ഡിലീറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ പതുക്കെ 3 മാസം നമ്മൾക്ക് സമയം കിട്ടും. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തതിന് ശേഷം 3 മാസത്തിനുള്ളിൽ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുള്ള സമയം യൂട്യൂബ് തരും. 3 മാസം കഴിഞ്ഞ് നമ്മൾക്ക് പിന്നെയും അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ 3 മാസം നമ്മൾ കൃത്യമായി ഇരുന്ന് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ചാനൽ ഡെഡ് ആകില്ല. അപ്പോൾ എന്താ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വീഡിയോസ് ഡിലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരുമിച്ച് ചെയ്യാതിരിക്കുക. അപ്പം റീയൂസ്ഡ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന വീഡിയോസ് സിംഗിൾ ബൈ സിംഗിളായിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നല്ല വീഡിയോസ് നമ്മൾ അപ്ലോഡും ചെയ്യണം. ഈ ഒരു കാര്യം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് വ്യൂസും വലുതായിട്ട് കുറയില്ല. ഒരു വിധം വരെ നമുക്ക് നമ്മുടെ ചാനലിനെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ റീയൂസ്ഡ് എന്ന് പറഞ്ഞിപ്പോൾ വളരെ വ്യാപകമായിട്ട് എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതൊന്ന് വന്ന് പോയാൽ പിന്നെ അതിൽ നിന്നും കരകയറുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ മുൻപ് അനുഭവിച്ചിട്ടുള്ള കാര്യമായിട്ടാണ് നിങ്ങളുമായിട്ട് ഇത് ഞാനൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ, പുതിയതായിട്ട് തുടങ്ങുന്ന പല ക്രിയേറ്റേഴ്സിനും ഈ ഒരു യൂട്യൂബിൻ്റെ പ്രശ്നം അറിയാത്തത് കൊണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും യൂട്യൂബ് സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് അറിയുന്ന രീതിയിൽ അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം. കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് എൻ്റെ അനുഭവത്തിൽ കൂടെ വന്നിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് കാണുമ്പോഴാണ് എനിക്ക് ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർന്ന് ഞാൻ ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ, കാരണം ഒരുപാട് പേര് എന്നോട് പല പ്രശ്നങ്ങളുടെയും പരിഹാരവും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ വീഡിയോസായിട്ട് ഞാൻ അതിൽ വീഡിയോസ് ചെയ്തിട്ട് നിങ്ങളുടെ മുമ്പിൽ അത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്നും രാവിലെ 9 മണിക്ക് ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരും. അപ്പോൾ ഈ വീഡിയോസൊക്കെ നിങ്ങൾ നല്ലവണ്ണം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ചാനലുമായിട്ട് മുൻപോട്ട് പോകുക. തീർച്ചയായും നിങ്ങൾ വിജയിക്കും. അപ്പോൾ നാളെ അടുത്ത വീഡിയോയുമായി രാവിലെ 9 മണിക്ക് ഞാൻ വരും. അതുവരെ നിങ്ങളെന്നെ കാത്തിരിക്കുക.